നമ്മുടെ ബോൺബോയും അജയും തമ്മിൽ ഭയങ്കര ഒരു കണക്ഷൻ. അടിപൊളി സ്ഥലമാണ്. ഒട്ടകപ്പക്ഷി തൂങ്ങിക്കിടക്കുന്ന ഞാൻ കാണുന്നത് ശരിക്കും ഒരു ചെറിയ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഫീലാണ്. അവളാണ് ക്യാമറയുടെ ട്രൈപോഡെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ സംസാരം ഇങ്ങനെ. ഞാനിപ്പോൾ ഉള്ളത് സാംപ്ടൺ ഹിൽസിലാണ്. നമ്മുടെ ദലത്തുനിന്ന് ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഇവിടെ സാംപ്ടൺ ഹിൽസിലേക്ക്. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഏർലി മോർണിംഗ് ഒരു 4 o'clock നമ്മുടെ ക്യാബ് വന്നത്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ, അതായത് വണ്ടി കയറിയതൊന്നും എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. കാരണം എണീറ്റ് പെട്ടെന്ന് തന്നെ വണ്ടി കയറി വേഗം തന്നെ ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഏർലി മോർണിംഗ് ഡ്രൈവ് ഒന്നും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാത്ത ഒരാളാണ്. കാരണം എനിക്ക് മോഷൻ സിക്നെസ്സും മൈഗ്രെയിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടുന്ന് സാംപ്ടൺ ഹിൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ സണ്ണ് ഇതേ ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഇവിടുത്തെ സൺറൈസും സൺസെറ്റും അടിപൊളിയാണെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇന്ന് ഫുൾ ഡേ നമ്മളിവിടെ സാംപ്ടൺ ഹിൽസിലായിരിക്കും. ഒരാളിതേ ഇവിടെ ഫുള്ള് ക്യാമറയെല്ലാം എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അജയ് ഇതേ നമ്മുടെ ഡ്രോണിനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രോണിൻ്റെ മറ്റേ പ്രൊപ്പലർ മാറ്റിയിരുന്നോ? സോ ഇവിടെ നിന്നിട്ടാണ് നമ്മളിതേ സൺറൈസ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതേ ക്യാമറാസും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവളുടെ പേരെന്തായിരുന്നു അജയ് വരുന്നത്? ബോൺബോ ആണ് നമ്മളെ എല്ലാ കാര്യത്തിനും അസിസ്റ്റ് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ. ഞാൻ നിങ്ങൾക്ക് ഇവിടെയുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല അടിപൊളി ഒരു സൺറൈസ് തന്നെയായിരുന്നു. ഇപ്പം ഇതൊരു ബുദ്ധ ടെമ്പിളാണ്. അവിടെ ടെമ്പിൾ ഓപ്പൺ ആയിട്ടില്ല. എപ്പോഴാണത് തുറക്കുക എന്നുള്ള അറിയത്തില്ല. മേ ബി ഒരു 9 o'clock 10 o'clock ആകുമ്പോഴായിരിക്കും എന്നാണ് തോന്നുന്നത്. നമുക്കതിൻ്റെ അകത്ത് ഫോട്ടോസോ വീഡിയോസോ ക്യാമറാസോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഷൂ എല്ലാം ആസ് യൂഷ്വൽ നമ്മൾ അമ്പലത്തിൽ പോകുന്ന മാതിരി നമ്മൾ ചെരുപ്പൊക്കെ പുറത്ത് അഴിച്ചു വെക്കണം. ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പ്ലേസാണ് ഇവിടെ. ശരിക്കും ഇവിടെ വരുമ്പോഴും ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് കിട്ടും. നമ്മളിവിടെ ഓൾറെഡി വിയറ്റ്നാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ടീമിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇവിടെ വന്നതായിരുന്നു. നിങ്ങൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ അജയ്ക്ക് ഡ്രോൺ ഷൂട്ട് ചെയ്യാനോ അതേപോലെ എന്താ പറയുക സൺറൈസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും സൺറൈസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ വന്നത്. ശരിക്കും വിയറ്റ്നാമിൽ വരുമ്പം എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ദലത്തിൽ സാംപ്ടൺ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നിങ്ങൾക്ക് ഭയങ്കര പീസ് ഓഫ് മൈൻഡൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ന് ഹോൾ ഡേ നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു സൺറൈസ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മുടെ ഡ്രോൺ ഇതേ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ കുറേ നേരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ബാറ്ററി ഡൗൺ ആയപ്പോൾ ഇതേ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നമ്മളിതേ രാവിലത്തെ സൺറൈസിൻ്റെ ഷൂട്ടും അതേപോലെ ഡ്രോൺ ഷൂട്ടും എല്ലാം എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെക്കും. ഡ്രോണ് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ വെച്ചിട്ട് നമുക്കിവിടെ താഴെ ഒരു ഗാർഡൻ ഉണ്ടെന്നാണ് ബോൺബോ പറഞ്ഞ്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അവളുടെ പേര് ബോൺബോ എന്നാണ്. ബോൺബോ എന്ന് ഞാൻ തോന്നുന്നു കറക്റ്റ്. അവളാണ് നമ്മളെ ഇന്ന് ഫുള്ള് ഹെൽപ്പ് ചെയ്യുന്നതും നമ്മുടെ കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. അപ്പോൾ ക്യാമറയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളവിടെ റെസ്റ്റോറൻറ്റിൽ വെച്ചു. ഡ്രോൺ അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചാണ് അജയ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗാർഡനിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രാവിലെ 4 മണിക്ക് വണ്ടി വന്നപ്പോഴത്തേക്കും വേഗം ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങ് പോകുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടേക്ക് വരുമ്പോൾ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടണം. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ എല്ലാം ഷോർട്ട്സും അതേപോലെ ചെറിയ ഡ്രസ്സൊക്കെയാണ്. പിന്നെ ആകെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇതാണിത്. ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഫുള്ളി കവേർഡ് അല്ലാത്ത ഡ്രസ്സ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇടാൻ പറ്റത്തില്ല, അവർ അലൗ ചെയ്യത്തില്ല. അപ്പോൾ
കുറച്ചധികം നടക്കാനുണ്ടെന്നാണ് ബോൺബോ നമ്മളോട് പറഞ്ഞത്. പക്ഷേ കുഴപ്പമില്ല, നമുക്കിങ്ങനെ നടന്നു പോകാം. അവളാണ് ക്യാമറയുടെ ട്രൈപോഡെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ബോൺബോ സേ ഹായ്. ആള് ഭയങ്കര ക്യൂട്ടാണ്, അതേപോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. നവംബർ മാസം ആകുമ്പോഴത്തേക്ക് മൊത്തമാണോ ആ പൂക്കൾ ഉണ്ടാവുക, ആ യെല്ലോ കളറ്? ഫുള്ള് പല പല ഫ്ലവേഴ്സ് ആയിരിക്കും. മറ്റേ ആ യെല്ലോ ഫ്ലവേഴ്സ് ആണ് കൂടുതൽ. നമ്മളിത് ഇപ്പോൾ ഗാർഡനിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 15-20 മിനിറ്റ്സ് നമുക്ക് നടക്കാനുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടും പിന്നെ അങ്ങനെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാം. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. മറ്റേ വേറൊരു മുല്ല എന്ന് പറയും, കാട്ടുമുല്ല എന്ന് പറയുന്നൊരു കൈൻഡ് ഓഫ് മുല്ലയാണ്, ജാസ്മിൻ. ശരിക്കും ഒരു ചെറിയ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഫീലാണ്. രാവിലത്തെ ഒരു എക്സസൈസാണ്, ഒരു മോർണിംഗ് ജോഗിങ് ആണിത്. ബോൺബോ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഇന്ന സീസൺ ആകുമ്പം ഇന്ന പൂക്കളൊക്കെ ഉണ്ടാകും, അതേപോലെ ഓരോ മരത്തിൻ്റെയും ഓരോ ചെടിയുടെയൊക്കെ കാര്യങ്ങളൊക്കെ അവളിങ്ങനെ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അജയായിട്ടാണ് ഭയങ്കര കൂട്ട്. അജയൻ്റെ അടുത്താണ് കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബോൺബോയും ഫോട്ടോഗ്രാഫറുമാണ്. അവളും ഇവിടെയുള്ള ഇപ്പം എന്താ പറയുക, സാംപ്ടൺ ഹിൽസിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആളാണ്. ബൈ പ്രൊഫഷണലി ഫോട്ടോഗ്രാഫർ ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല, ചോദിക്കണം. പക്ഷെ അവളിവിടെ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. എനിക്കിത് കണ്ടപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ശരിക്കും ഒരു ബ്രഷ് പോലെ ഉണ്ട്. ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് ഇത് ശരിക്കും കാണാൻ. പണ്ട് അജയ് മറ്റേ വാൾപ്പയറ്റും കളരിപ്പയറ്റൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇതാണ്. ഇതിന് തിരിച്ച് നടക്കുമ്പോഴുള്ള കാര്യമാണ് കുറച്ച് കഷ്ടം. കാരണം ഇപ്പം ഫുള്ള് ഇറക്കമാണ്. തിരിച്ച് നടക്കുമ്പോൾ കയറുന്നത് ആലോചിച്ചിട്ട് എനിക്ക് നല്ല ഒരു വിഷമമുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും ഇല്ല. അജയും ബോൺബോയും എന്താ ചെടീൻ്റെ ഇടയിലേക്കൊക്കെ കയറിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബോൺബോയും ഫോട്ടോഗ്രാഫറാണല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ക്യാമറയിൽ പൂക്കളുടെയോ ചെടികളുടെ എന്തിൻ്റെയൊക്കെയോ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഞാൻ നടന്ന് അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നടന്ന് ദേ ഫൈനലി നമ്മളിതേ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ദേ ഈ കാണുന്നതാണ് ഗാർഡൻ എന്നാണ് ബോംബോ പറഞ്ഞത്. എൻ്റെ ദൈവമേ, അത്യാവശ്യം നന്നായിട്ട് നടന്നിട്ടുണ്ട്. രാവിലത്തെ ഒരു എക്സസൈസ് ആയിരുന്നു വേണമെങ്കിൽ പറയാം. 20 മിനിറ്റ്സ് വോക്ക് എന്നാണ് ഇവള് പറഞ്ഞത്. 20 മിനിറ്റ്സ് വോക്ക് ആണെങ്കിലും കുറേ ഇറക്കം കുറേ കയറ്റം ഇങ്ങനെയാണ്. ആക്ച്വലി ഇവള് ഗാർഡൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് കുറേ പൂക്കളൊക്കെയുള്ള ഫ്ലവേഴ്സൊക്കെയുള്ള ഗാർഡൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ മാത്രമല്ല, അജയും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ശരിക്കും വരുന്നത് ഇവരുടെ വെജിറ്റബിൾസും അതേപോലെ ഫ്ലവേഴ്സും ഒക്കെ ഉള്ളൊരു ഗാർഡനാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ വെജിറ്റബിൾ പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ പോകുന്നതെന്ന് അറിയത്തില്ല. വെജിറ്റബിൾ കൊണ്ടുപോകാനുള്ളൊരു വണ്ടിയൊക്കെ ഇതേ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണെന്ന് തോന്നും ഫുള്ള് വെജിറ്റബിൾസ് ഒക്കെ ഉള്ളത്. മിക്കവാറും നമ്മൾ വെജിറ്റബിൾ പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. ഇത് മുഴുവൻ നമ്മുടെ വാട്ടർമെലൻ ചെടികളാണ്. ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർമെലൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കാണുന്നത്. ഒരു വെയിറ്റ് കൊണ്ടാന്ന് തോന്നുന്നു ഇതിനൊരു ചെറിയൊരു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതുമ്മേൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നോളൂ. ഇത് ഫുള്ള് വാട്ടർമെലൻ്റെ ചെടികളാണ്. പിന്നെ ഇതെനിക്ക് തോന്നുന്നത് ടൊമാറ്റോ ആണെന്ന് തോന്നുന്നു. യെസ്, ഇത് ടൊമാറ്റോ. ഇവിടെ ദേ ഇവരുടെ കിഡിലൻ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു തൊപ്പിയുണ്ട്, വിയറ്റ്നാമീസ് തൊപ്പി. അതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ദേ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇവിടെ ഉണ്ട്, അജയ്. ബോൺബോ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ അവരോട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കൈ കാണിക്കാനും ഫോട്ടോ ആണ് വീഡിയോ ആണെന്നാണ് തോന്നുന്നു അവള് പറയുന്നത്. ഇവരുടെ പേര് വരുന്നത് ഹാൻ ഹോയ് യും, ഇതാണ് ഇവരുടെ പേര് വരുന്നത്. ഭയങ്കര വെറൈറ്റി പേരാണല്ലേ. ഇപ്പൊ നമ്മൾ കണ്ടത് വെജിറ്റബിൾ ഗാർഡൻ ആണ്. ഇനി നമ്മൾ പോകുന്നത് സ്ട്രോബെറി ഗാർഡനിലേക്കാണ്. അവിടെ കുറെ സ്ട്രോബെറീസ് ഒക്കെ ഉണ്ട്. കുറച്ച് സ്ട്രോബെറീസ് ഒക്കെ എടുത്ത് കഴിക്കാം. കാരണം ഇത്രയും ദൂരം നടന്നു വന്നപ്പോഴത്തേക്ക് എനിക്ക് വിശക്കുന്നു. ഇത് ഫുള്ള് സ്ട്രോബെറീസ് ആണ്. ബോൺബോ എനിക്കൊരു സ്ട്രോബെറി ഒക്കെ പറിച്ചു കൊണ്ട് തന്നിട്ടുണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് നേരെ തന്നെ പറിക്കാം, അങ്ങനെ കഴിക്കാം. ഞാൻ കഴിക്കാൻ പോവാണ്. അയ്യോ എടാ ദുഷ്ട, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. എവിടെ നോക്കട്ടെ. സ്ട്രോബെറി എടുക്കുന്നു, കഴിക്കുന്നു. ഞാൻ ദേ ഒരു സ്ട്രോബെറി കഴിക്കട്ടെ കേട്ടാ. യമ്മി, അടിപൊളി ടേസ്റ്റ്. അപ്പൊ ഇത് കുറച്ച് പച്ച, ഇത് കുറച്ച് പഴുത്ത്. നല്ല ടേസ്റ്റ്. ബോൺബോ അവിടുന്ന് വിളിക്കുന്നുണ്ട്. ഞാനാണ് ഇവിടെ
യമ്മി. നമ്മൾ തിരിച്ച് നടന്നു പോവണ്ട, നമുക്ക് ബഗ്ഗിയുണ്ട്, ബഗ്ഗിയിൽ പോയാൽ മതി. ഞാനിപ്പോൾ അജയനോട് ചോദിച്ചതേ ഉള്ളൂ, നമ്മൾ നടന്നു പോകണോ അതോ ബഗ്ഗിയിലാണോ പോകുന്നതെന്നുള്ളത്. ബൈ. നമ്മളിതാ റെസ്റ്റോറൻറ്റിലെത്തി. എന്താണ് ഈ ഫുഡിന്റെ പേരെന്ന് പോലും എനിക്കറിയില്ല. ബുൻറിയു എന്നാണ് ഇതിന്റെ പേര്. ബോൺബോ ഓർഡർ ചെയ്തതാണ്. ഈ ഫ്രഷ് ലീവ്സ് എല്ലാം നമ്മുടെ ഇവിടുത്തെ ഗാർഡനിൽ നിന്ന് അവര് പറിച്ചുകൊണ്ട് വന്നാണ്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഫുഡ്? ബുംബ്രിയു എങ്ങനെയുണ്ട്? ബുൻറിയു എങ്ങനെയുണ്ട്? എനിക്കും ഇഷ്ടപ്പെട്ടു, ടേസ്റ്റ് ഉണ്ട്. അജയ്ക്ക് ചോപ്സ്റ്റിക്സ് വെച്ച് കഴിക്കാൻ അറിയുന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഞങ്ങളിത് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു വിയറ്റ്നാമീസ് സ്റ്റൈല് പോലെയുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സ് ഞാൻ കസ്റ്റമൈസ് ചെയ്തത് മാലതി സിൽക്സ് എന്നാണ്. അജയുടെ ഡ്രസ്സും അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ചെയ്തത്. ഇതാണ് അജയുടെ ഡ്രസ്സ്. ഒന്ന് തിരിയോ, ഒന്ന് കണ്ടോട്ടെ. ഞങ്ങൾ രണ്ടുപേരും വിയറ്റ്നാമിലേക്ക് വരാൻ നിന്ന സമയത്ത് കസ്റ്റമൈസ് ചെയ്തെടുത്താണ്, മാലതിന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്താണ്. ഒരു വിയറ്റ്നാമീസ് ഒരു ട്രഡീഷണൽ രീതിയിൽ ഈ ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ചേരുന്ന കളർ പോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഷൂട്ട് തുടങ്ങാം. അജയുടെ ക്യാമറയും ഡ്രോണും കാര്യങ്ങളൊക്കെ ഫുള്ള് ചാർജ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോൺബോ ഒരു ക്യാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നമുക്ക് വിയറ്റ്നാമീസ് സ്റ്റൈലിലുള്ളൊരു ക്യാപ്പ് ഉണ്ടല്ലോ, മറ്റേ എന്താ പറയുക ഇങ്ങനെ കൊട പോലുള്ളൊരു ക്യാപ്പ് ഉണ്ടല്ലോ, അതെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇനി കാണാം. സോ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇനി പിസ്സ ബേക്ക് ചെയ്യുന്നതോ പിസ്സ ഉണ്ടാക്കുന്നതോ അങ്ങനെ എന്തോ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ ബഗ്ഗി വന്നിട്ടുണ്ട്. ബഗ്ഗി കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. നല്ല വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. വേഗം തന്നെ പോയിട്ട് ഞങ്ങൾ മറ്റെന്താ പറയുക കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡ്രസ്സ് വേഗം തന്നെ ചേഞ്ച് ചെയ്ത്, കാരണം നല്ല വെയിലായതുകൊണ്ട്. നമ്മളിതേ പിസ്സ ഹൗസിലെത്തി. അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, അവളിങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ട് അവളെ കാണാൻ. അപ്പം ഞാനിത് പിസ്സ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ഉണ്ടാക്കുന്ന പിസ്സ ഞാൻ തന്നെ കഴിക്കും. ഫസ്റ്റ് ടൈമാണ് ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത്. സോ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ഷെഫും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പിസ്സ ഉണ്ടാക്കാൻ പോവാം. പിസ്സയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഷെഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫൈനലി ഇത് നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ പിസ്സ, അത് അജയുടെ പിസ്സ. ചീസ് ഇല്ലാതെ ഷെഫ് അജയ്ക്ക് പിസ്സ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കഴിക്കാം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, അടിപൊളിയാണ്. അജയ് വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഒരു കയ്യിൽ ക്യാമറ ഒക്കെ വെച്ചിട്ട് പിസ്സ കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? സോ നമ്മൾ പിസ്സ ബേക്ക് ചെയ്ത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങിപ്പോയി. പിന്നെ ഇവിടെ സാംപ്ടൺ വില്ലയിൽ നമുക്ക് എന്താ പറയുക സ്പാ ഉണ്ട്. അപ്പം നമ്മൾ മസാജോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ എടുത്തിട്ടില്ല. അപ്പോൾ അജയ് ഒരു സ്റ്റീം ബാത്തും പിന്നെ കുറച്ച് നേരം ജക്കൂസിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പം ആ സമയത്താണ് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയത്. സോന കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സുന്ദരനായല്ലോ. നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല അടിപൊളി ഇതാന്ന് തോന്നുന്നു അല്ലേ? ചാച്ചി അജു ചാച്ചി. ഇന്ന് നമുക്ക് സൺസെറ്റ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഫുൾ കാർമേഘാണ്, അത്യാവശ്യം നല്ല ക്ലൗഡിയാണ്, നല്ല രീതിയിൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൺസെറ്റ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഈ സാംപ്ടൺ വാലി. സാംപ്ടൺ വാലി അല്ല, സാംപ്ടൺ ഹിൽസ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. നിങ്ങൾ വിയറ്റ്നാമിൽ ദലത്തിൽ വരുമ്പം എന്തായാലും ഇങ്ങോട്ടേക്ക് വരണം. ഏർലി മോർണിംഗ് ഒരു 4 o'clock നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത്. അറൗണ്ട് ഒരു 45 minutes ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഒരു 4 o'clock സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് സൺറൈസ് കാണാൻ പറ്റുക. ഇപ്പോൾ ഒരു ഏർലി മോർണിംഗ് നമ്മളിവിടെ സൺറൈസിന് വന്നിട്ട് സൺസെറ്റ്
കൂടെ എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ ഹിൽസ് പോലുള്ള സ്ഥലമായതുകൊണ്ട് കുറച്ചിങ്ങനെ ഉള്ളോട്ടേക്കാണ്. ഇവിടെ അങ്ങനെ പബ്ബോ പാർട്ടി മൈൻഡോ അങ്ങനത്തെ പരിപാടികളോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇവർക്ക് ഇവിടെയും ഹോട്ടൽസും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഇവരുടെ ദലത്തിലുള്ള ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. ശരിക്കും ദലത്തിലുള്ള ഏതെങ്കിലും ഹോട്ടൽസിൽ സ്റ്റേ ചെയ്യുന്നതായിരിക്കും നന്നാവുക. എന്നിട്ട് ഒരു ദിവസം നമ്മൾ ഇങ്ങോട്ടേക്കുള്ള ഒരു പാക്കേജ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക ഇവിടെ താമസിക്കുന്നതിനെക്കാൾ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ചെറിയ കുട്ടി കുട്ടി ടോയ്സ് ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നത്. ഇതെല്ലാം സ്റ്റിക്കാണ്, ഇതെല്ലാം വുഡൻ സ്റ്റിക്കാണ്. നമ്മൾ സാധാരണ ചുള്ളിക്കമ്പ് എന്ന് വേണേൽ പറയാം, അത് വെച്ചിട്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. ഇതേ ഒട്ടകപ്പക്ഷീനൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഭയങ്കര ക്യൂട്ടാണ്. നമ്മുടെ കോഫി ഇതേ ഇവിടെ വന്നിട്ടുണ്ട്. ഇതെന്താ അജയ് ഓർഡർ ചെയ്തതെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അത് ആപ്പിൾ ഡീടോക്സ് ജ്യൂസ്. ഓക്കെ, ആപ്പിൾ ഡീടോക്സ് ജ്യൂസാണ്. വിയറ്റ്നാമീസിൽ ഫ്ലാൻ എന്നാണ് പറയുക. നമ്മുടെ ഒരു പുഡിങ് പോലെയാണ് ഇത്. ഇത് കോഫി വിയറ്റ്നാമീസ് ട്രഡീഷണൽ ഒരു കോഫിയാണ്. കുടിക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ഭയങ്കര ഓവർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോഫിയുടെ ടേസ്റ്റോ അങ്ങനെയൊന്നുമില്ല, നമുക്ക് കുടിക്കാൻ പറ്റും. ഇനി ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് ശരിക്കും അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ പുഡിങ് പോലെ തന്നെയാണ്. അപ്പൊ നീ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? സാംപ്ടൺ ഹിൽസിലുള്ള ഫോറസ്റ്റ് എന്നുള്ള ബ്രാഞ്ചസ് ഒക്കെ എടുത്ത് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോഗ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നമ്മള് ഇപ്പൊ ഇതുപോലെ വെച്ചിട്ട് ഇതിപ്പോ ഇങ്ങനെ ഇത് നമ്മുടെ ഇത് ആക്ച്വലി നമ്മുടെ പൈൻ വുഡിന്റെ മറ്റേ ആ നട്ടാണ്, ആ ഇതാണ്. അപ്പൊ അത് വെച്ചിട്ട് ഒട്ടകപ്പക്ഷിയുടെ ബാക്ക് ഉണ്ടാക്കി ആവശ്യമില്ലാത്തൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെ ഷേപ്പ് ചെയ്ത് പിന്നെ ഇതൊരു ബ്രാഞ്ച് വെച്ചിട്ട് എന്റെ കഴുത്താക്കി പിന്നെ ഇത് എന്താ എന്തോ വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കാണ്. ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഒട്ടകപ്പക്ഷി ജിങ്ക ചക്ക് 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 ചക്ക്. ശരിക്കും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇവിടെ വന്നപ്പോഴും ഈ സ്റ്റിക്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ലേന്ന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ, അതായത് ഫസ്റ്റ് അജയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റേ ക്യാമറയുടെ ബാറ്ററി തീർന്ന സമയത്ത് അജയ് ബാറ്ററി മാറ്റാൻ വേണ്ടി പോയി. അപ്പം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തു. പക്ഷെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ട്, നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒട്ടകപ്പക്ഷി സുന്ദരനാണ്. എൻ്റെ ഒട്ടകപ്പക്ഷി സുന്ദരനാണ്. ദേ വലിയ കണ്ണൊക്കെയാണ്. കണ്ണ് വരച്ചില്ല, ഞാൻ കണ്ണ് ഇവിടെ ഇങ്ങനെ വെക്കുക ചെയ്തത്. നമ്മുടെ ബോൺബോയും അജയും തമ്മിൽ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്. കാരണം സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അത് ശരിക്കും ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ അജയുടെ അതേ സെയിം ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരാളെ കാണുന്നത്. സോ അജയുടെ ട്വിൻ സിസ്റ്റർ ആണ് ബോൺബോ. അജയ്ക്ക് എങ്ങനെ വിയറ്റ്നാമിൽ ട്വിൻ സിസ്റ്റർ ഉണ്ടായി ഗൈസ്. നമ്മുടെ ഇവിടുത്തെ പണിയും പരിപാടികളും എല്ലാം കഴിഞ്ഞു. നമ്മളിതേ തിരിച്ചിപ്പോൾ ഹോട്ടലിലേക്ക് പോവാണ്. നമ്മുടെ ബസ് ഇതേ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അജയ് ഇതേ ഡ്രോണും കാര്യങ്ങളും ക്യാമറാസും ഒക്കെ എടുത്തു വെക്കുവാണ്. പിന്നെ നേരെ ഹോട്ടലിൽ പോകണം, ഫ്രഷ് ആവണം, ഡിന്നർ കഴിക്കണം, കിടന്നുറങ്ങണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയം. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ. ഒരു ടാറ്റ പറയൂ.